പ്രാർത്ഥനകൾ വിഫലം. 4 ദിവസത്തെ തിരച്ചിലുകൾക്കൊടുവിൽ 1500 അടി താഴ്ചയിൽ നിന്നും ശ്രീനന്ദയുടെ ചേതനയേറ്റ മൃതദേഹം ലഭിച്ചു. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനി 15-കാരി ശ്രീനന്ദയുടെ മരണം വെറുമൊരു അപകടമാണോ? അതോ കണ്ണുചിമ്മി തുറക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ ചിക്കമംഗലൂരുവിലെ മലനിരകളിൽ നടന്നത് ഭീകരമായ മറ്റെന്തെങ്കിലുമാണോ? ശ്രീനന്ദയുടെ വിയോഗത്തിൽ ദുരൂഹതകൾ പുകയുകയാണ്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആ ദുരന്തയാത്രയിൽ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാൻ പോയതായിരുന്നു ശ്രീനന്ദ. കഴിഞ്ഞ 3-ാം തീയതി ഹംപിയിലേക്ക് തുടങ്ങിയ ആ യാത്ര 8-ാം തീയതി സന്തോഷത്തോടെ വീട്ടിൽ മടങ്ങിയെത്തേണ്ടതായിരുന്നു. എന്നാൽ കർണാടകയിലെ ചിക്കമംഗലൂരുവിലെ മാണിക്യധാര വെള്ളച്ചാട്ടം ആ പെൺകുട്ടിയുടെ അവസാന കാഴ്ചയായി മാറി. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5:20 കുടുംബത്തോടൊപ്പം എടുത്ത ഫോട്ടോയിൽ ശ്രീനന്ദ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും പിന്നിലുണ്ട്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിലെടുത്ത മറ്റൊരു ഫോട്ടോയിൽ അവളില്ല. വെറും മിനിറ്റുകൾ കൊണ്ട് ആ കുട്ടി എങ്ങോട്ട് പോയി മറഞ്ഞു? കാടും മലയും താണ്ടി 200 പേരടങ്ങുന്ന അന്വേഷണ സംഘം തെർമൽ ഡ്രോണുകളുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിനൊടുവിൽ 4-ാം ദിവസമാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ബാബ ബുധൻഗിരിക്ക് താഴെ ഹർഷനഗുപ്പയിൽ 1500 അടി താഴ്ചയിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ശ്രീനന്ദ ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കുട്ടി വെള്ളച്ചാട്ടം കണ്ട ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചുപോയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മൃതദേഹം കണ്ടെത്തിയ ചെരിവാകട്ടെ ഗ്രൗണ്ടിന് മറുവശത്തും. അവിടേക്ക് കുട്ടി എന്തിനു പോയി? ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾക്കുള്ളത്. ശ്രീനന്ദയുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരവും ഉണ്ടായിരുന്നു. കാണാതായതിന്റെ പിറ്റേ ദിവസം പോലീസ് നായ ഓടിയെത്തി നിന്നത് സമീപത്തുള്ള ഒരു കടയ്ക്ക് മുന്നിലായിരുന്നു. എന്നാൽ ആ കടക്കാരെയോ അവിടെ ഉണ്ടായിരുന്ന ഭിക്ഷാടകരുടെ സംഘത്തെയോ ചോദ്യം ചെയ്യാൻ കർണാടക പോലീസ് തയ്യാറായില്ല എന്ന ഗുരുതരമായ ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. കൂടാതെ ഇവർ അറിയാതെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്നും ഇവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തിരച്ചിൽ തുടങ്ങിയപ്പോൾ ചില ഭിക്ഷാടകർ തങ്ങളുടെ പണം പോലും ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയിരുന്നു എന്നും ഇവർ പറയുന്നു. CCTV ക്യാമറകൾ പോലുമില്ലാത്ത ആ 15 കിലോമീറ്റർ പരിധിയിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? പ്രദേശവാസികൾ പോലും പറയുന്നത് അതൊരു അപകട മേഖലയല്ല എന്നാണ്. അങ്ങനെയെങ്കിൽ വെറും മിനിറ്റുകൾക്കുള്ളിൽ ഒരു പെൺകുട്ടിയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാൻ പുറത്തുനിന്നുള്ള ആർക്കും കഴിയില്ല. ശ്രീനന്ദയുടെ മരണം ഒരു അപകടമായി എഴുതിത്തള്ളാൻ കുടുംബം തയ്യാറല്ല. കേരള പോലീസ് അന്വേഷണത്തിൽ പങ്കുചേരുന്നുണ്ടെങ്കിലും അന്ന് അവിടെയുണ്ടായിരുന്ന വാഹനങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് നാടിന്റെ ആവശ്യം. ഇവരുടെ നാട്ടിലെ ഒരു പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വിനോദയാത്ര സംഘടിപ്പിച്ചിരുന്നത്. 40ഓളം വരുന്ന സംഘമായിരുന്നു ഇവർക്കൊപ്പമുണ്ടായിരുന്നത്.